المصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا للخلق كلهم ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ നൂറുൽ ഹുദ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും ഈ സദസ്സിൻ്റെ അധ്യക്ഷനുമായ സയ്യിദ് സുഫിയാൻ തങ്ങൾ, അവരുടെ സഹോദരൻ സയ്യിദ് ഷഫാഫ് തങ്ങൾ, അതുപോലെ PC മുഹമ്മദ് ഹാജിക്ക ഉൾപ്പെടെ മറ്റു കമ്മിറ്റി അംഗങ്ങൾ, സ്ഥാപനത്തിലെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥിനികൾ, നല്ലവരായ രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കട്ടെ. കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെ നാം കാത്തു നിൽക്കുന്ന ബുറുദ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വരുന്നത് വരെ അല്പം സംസാരിക്കും. ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിന മാസത്തിലാണ്, അതിൻ്റെ ആഘോഷ പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. 1500 വർഷം കഴിഞ്ഞിട്ടും ഒരു ചെറിയ രൂപത്തിൽ പോലും നമുക്കാർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയാതെയില്ല. എല്ലാ നിലക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ അറിയാവുന്നതാണ്, പഠിച്ചവർക്കൊക്കെ അറിഞ്ഞിട്ടുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രേഖപ്പെടുത്തലുകൾ ഒരു മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളിലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു. അതൊരു കേവലം ഇഷ്ടപ്പെടൽ മാത്രമല്ല. ഖുർആൻ തുറന്നു നോക്കിയാൽ അതിൽ മുഴുവനും അധികവും കൂടുതലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഖുർആനിൽ പല നബിമാരെയും പരാമർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വട്ടം പോലും നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വിളിച്ച് അഭിമുഖീകരിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ എന്ന് തുടങ്ങിയിട്ടുള്ളതായ പരാമർശങ്ങളല്ലാതെ യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരാമർശിച്ചിട്ടില്ല. ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളെ അവരുടെ പേരുകൾ വിളിക്കൽ പല സ്ഥലങ്ങളിലും നാം കാണാറില്ല. നമ്മുടെ കുടുംബങ്ങളിലും വീടുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. കൂടുതൽ സ്നേഹം ഉണ്ടാകുമ്പോൾ പേര് വിളിക്കൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുത്ത് ഇഷ്ടം വെച്ചിട്ടുണ്ട്. ഖുർആനിൽ കൂടിയുള്ള ഒരു ആയത്ത് നമുക്കറിയാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. എന്താണ് ഈ വാചകം? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, ഓ നബിയെ, നിങ്ങൾ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സമുദായത്തിനോട് പറയണം. എന്ത്? ഇൻ കുന്തും, ഓ സമുദായമേ, നിങ്ങൾ ആവുകയാണെങ്കിൽ തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന വാദം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ
നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആനിൽ കൂടി പറഞ്ഞതാണ്. തിരിയുന്നുണ്ടാവും. എന്താ പറഞ്ഞത്? ഖുൽ നബിയെ, അങ്ങ് സമുദായത്തിനോട് പറയേ, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വാദിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുക എന്ന് സമുദായത്തോട് പറ. അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ തിരുചര്യ ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന്, അങ്ങയെ ജീവിതമാർഗം ആക്കണമെന്ന്, ജീവിത മാതൃക അങ്ങയെ ആക്കണമെന്ന് അങ്ങ് സമുദായത്തോട് പറ. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു അവരെ ഇഷ്ടപ്പെടും, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിനോട് പറയാൻ കൽപ്പിച്ചതാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അഥവാ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന വാദം നമുക്കുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കണം. തലമറച്ചിട്ടല്ലാതെ പ്രായപൂർത്തിയെത്തിയതായ സഹോദരിമാർ പുറത്തിറങ്ങരുത്. അവരുടെ മുടിയുടെ ഒരു നാര് പോലും അന്യപുരുഷന്മാർ കാണും വിധം അവർ തലമറക്കാതെ ഇറങ്ങരുത്. അന്യ സ്ത്രീ പുരുഷന്മാർ കാണും വിധം മുഖം വെളിവാക്കരുത്. എത്ര സഹോദരിമാരാണ് ഇവിടെ മുഖം മറച്ചു വന്നിട്ടുള്ളത്. ഞാൻ പ്രതിഷേധിക്കുന്നല്ല. നാം അങ്ങനെ പലയിടങ്ങളിലും പോകുന്നു, ആ രൂപത്തിൽ നമ്മൾ വരുന്നു, അത്ര തന്നെ. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റി ജീവിക്കണം എന്ന് ഖുർആനിൽ കൂടി നമ്മെ അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ചര്യ എന്താ? മുഖം മറച്ചിട്ടേ നടക്കാവൂ. അന്യ സ്ത്രീ പുരുഷന്മാർ കാണും വിധം മുഖം വെളിവാക്കരുത്. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. തിരുചര്യ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ചര്യകളുണ്ട്, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം നാം ഓർമ്മിക്കേണ്ടത്, മാതാപിതാക്കൾ എത്രത്തോളം അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ ചര്യ പിൻപറ്റി ജീവിക്കുന്നുവോ, ആ നിലക്കായിരിക്കും മക്കളുടെ ആത്മീയത. മാതാപിതാക്കളുടെ ആത്മീയതയുടെ ഉയർച്ചക്കനുസരിച്ചാണ് മക്കളുടെ ആത്മീയതയുടെ ഉയർച്ച. നേരത്തെ സദർ ഉസ്താദ് നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ അത് അടിവരയിടേണ്ട പല വാചകങ്ങളും ഉണ്ട് അതിൽ. അഥവാ രക്ഷിതാക്കൾ നല്ലവരായ നിലക്ക് ജീവിക്കുന്നത് മക്കൾ കാണുമ്പോൾ അവർക്ക് ഉപദേശം കുറച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അവർ ചിന്തിക്കും, എന്നോട് മാത്രം എന്താ, ഉമ്മാക്കുപ്പാക്ക് അത് ബാധകല്ലേ എന്ന ചിന്ത മക്കളിലേക്ക് വരും. അങ്ങനെ വന്നാൽ നമുക്ക് അവരിൽ കൂടുതൽ ആത്മീയത കൊടുക്കാൻ സാധിക്കൂല. ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്ത് ഞാൻ ഇവിടെ വിവരിച്ചുകൊണ്ട് നിർത്താം. ഒരു വല്ലാത്തൊരു ആയത്താണ് അത്. കണ്ടപ്പോൾ നാം സ്ഥിരമായി ഓതുന്ന ഖുർആനിലെ ഒരു ആയത്താണത്. സൂറത്തുൽ മുജാദല 22-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണല്ലോ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ലാ തജിദു ഖൗമൻ, ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വിഭാഗം ജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ഒരു വിഭാഗം ജനങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കൂല. ആ ജനങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അവരെങ്ങനെയുള്ളവരാ? യുഅ്മിനൂന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരായ ജനങ്ങളെ നബിയെ അങ്ങ്
കണ്ടെത്തൂല. അരുണിച്ചുകൊണ്ട് ബാക്കിയുള്ളതും കൂടി പറയണം. അങ്ങനെ കണ്ടെത്തൂല ഇവിടെ ഇല്ലേന്നാണ്. എന്തായിട്ട് ഏത് രൂപത്തിൽ കണ്ടെത്തൂല? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. യുവാദ്ദൂന ഇഷ്ടം പ്രിയം വെക്കുന്നവരായ നിലക്ക് കണ്ടെത്തൂല. ആരെ? മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ശത്രുത വെച്ച് പുലർത്തുന്നതായ ഒരു വിഭാഗക്കാരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായ നിലക്ക് കാണാൻ സാധിക്കൂല. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന മുഅ്മിനുകളല്ലേ നാം? നമ്മെ കുറിച്ചാണ് ഇത് പറയുന്നത്. അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവരായ മുഅ്മിനീങ്ങള് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട് ഒരു നിലക്കും സ്നേഹം പ്രകടിപ്പിക്കൂല. സ്വന്തം അതെത്ര ഖുർആനിൽ ബാക്കി പറയുന്നു. വലൗ കാനൂ ആബാഅഹും, അതവരുടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അവരുടെ സ്വന്തം സഹോദരന്മാരാണെങ്കിലും, ഔ അശീറത്തഹും, അവരുടെ കുടുംബത്തിൽപ്പെട്ട ആര് തന്നെയായാലും, ബിദ്അത്തിന്റെ അംശമുണ്ടോ? സ്വന്തം ജ്യേഷ്ഠനാണെങ്കിലും മാറ്റി നിർത്തണം. കാരണം ഖുർആനിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ശത്രുത വെച്ച് പുലർത്തുന്നവരോട് ഇഷ്ടം വെക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങൾക്കുള്ളതായ ശൈലിയല്ല. ഖുർആൻ പറയാണ്, ആ ശത്രുത വെക്കുന്നവർ അത് അല്ലാഹുവിന്റെ ശത്രുത വെക്കുന്നവർ അത് മാതാപിതാക്കളാണെങ്കിലും. എത്ര കുടുംബങ്ങളിലുണ്ട് മാതാപിതാക്കള് സുന്നികളാണ്, മക്കള് മുജാഹിദുകളാണ്, പുത്തനാശയക്കാരാണ്. പുത്തനാശയക്കാരനായവനോട് മുഖത്ത് നോക്കി സലാം പറയാൻ പാടില്ലെന്നല്ലേ സുന്നത്ത് ജമാഅത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ആദർശപരമായിട്ടുള്ളതാണ്, വ്യക്തിപരമായ ഒരു പ്രതികരണമല്ല, വ്യക്തിപരമായ വിദ്വേഷ പ്രകടനമല്ല. അത് ആദർശപരമായ വിദ്വേഷം അത് പ്രകടിപ്പിക്കണം. അത് ഈമാനിന്റെ ഭാഗം. അത് ഞാൻ പറയുന്നതല്ല, ഉസ്താദുമാര് പറയുന്നതല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിം അൽ ഈമാൻ. ചില മക്കള്, ചില മാതാപിതാക്കള് പറയും, ചില മക്കളെ പറ്റിയിട്ട് പറയും, അവര് പുത്തനാശയത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ആ പുത്തനാശയത്തിൽ പോയ മക്കളെ അതിൽ നിന്നും വ്യതിചലിപ്പിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെതായ വക്താക്കളാക്കാൻ ശ്രമിക്കണം. സ്വന്തം സഹോദരൻ അവൻ ബിദ്അത്തുകാരനായ ഒരു സഹോദരൻ സുന്നി ആശയക്കാരനായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയക്കാരനായ ആള് സലാം പറഞ്ഞാൽ, സുന്നത്ത് ജമാഅത്തിന്റെ ആളോട് സലാം പറഞ്ഞാൽ അത് മടക്കാതിരിക്കുമ്പോൾ ബിദ്അത്തുകാരന് വേദന വേണ്ട. ഖുർആനിന്റെ നിയമപ്രകാരം സഹോദരൻ ജീവിക്കുന്നു എന്ന് കരുതിയാൽ മതി. അവൻ അതാണ് ഉലൈക കതബ ഫീ ഖുലൂബിഹിം അൽ ഈമാൻ. ആ സലാം ബിദ്അത്തുകാരനായ സഹോദരൻ സലാം പറയുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമുള്ള സഹോദരൻ സലാം മടക്കുന്നില്ലെങ്കിൽ എന്തേ? അത് ഖുർആൻ പറഞ്ഞു, ഉലൈക കതബ ഫീ ഖുലൂബിഹിം അൽ ഈമാൻ. ഈ സഹോദരന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് അല്ലാഹുവിൽ നിന്നുള്ളതായ പ്രകാശം കൊണ്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തി. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അരുവികൾ ഉള്ള സ്വർഗ്ഗപ്പൂന്തോപ്പിന്റെ അടിഭാഗത്തുകൂടി അരുവികൾ ഇങ്ങനെ ഒലിക്കുന്ന അങ്ങനെയുള്ളതായ സ്വർഗ്ഗപ്പൂന്തോപ്പുകൾ ഈ ടീമിന് ലഭിക്കും. ഏത് ടീമിന്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക്. എന്നിട്ട് ഖുർആൻ പറയുന്നു, റളിയല്ലാഹു അൻഹും വറളൂ അൻ.
ഉലൈക ഹിസ്ബുല്ലാഹ്, ഇവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. ഇവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ പാർട്ടിക്കാര് അഥവാ അല്ലാഹുവിന്റേതായ പാർട്ടിക്കാര് ഹും അൽ മുഫ്ലിഹൂൻ, അവരാണ് പരാജയം നേരിടാത്ത വിജയം കൈവരിച്ചു പോയവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നവരെ ഇഷ്ടപ്പെടണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ ഒരിക്കലും നാം ഇഷ്ടപ്പെടണ്ട. ഈ നൂറെ മദീന 2025 ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് മനസ്സിൽ അതായിരിക്കണം. ഹബ്ബുർ റസൂൽ, മദ്ഹുർ റസൂൽ, അതൊക്കെ നാവിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് കയറണം. അല്ലാഹു നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സംരംഭത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട്.